നമസ്കാരം. വയനാട് മൊത്തത്തിൽ തകർന്നു നിൽക്കുന്ന സമയത്ത് ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ മോഹൻലാൽ വയനാട്ടിലേക്ക് എത്തി. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാനാണ് മലയാളികളുടെ താരരാജാവ് മുണ്ടക്കയിലെത്തിയത്. കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുകയും നരേന്ദ്രമോദി എടുത്ത തീരുമാനത്തെയും ദുരന്തം നടന്ന ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ വഹിച്ച നിർണായക പങ്കുകളെല്ലാം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. സൈനിക യൂണിഫോമിലെത്തിയ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ ലാലിനെ മേപ്പാടിയിൽ സൈന്യം സ്വീകരിച്ചു. ഉരുൾപൊട്ടലിൽ ഏറെ ബാധിച്ച മുണ്ടക്കയിലാണ് മോഹൻലാൽ ആദ്യം സന്ദർശനം നടത്തിയത്. രക്ഷാപ്രവർത്തനത്തിന് കരുത്താവുന്ന ഓരോരുത്തരെയും നേരിൽ കണ്ട് നന്ദി പറയാനും ഉറ്റവർ നഷ്ടമായ പ്രദേശവാസികൾക്ക് ആശ്വാസമേകാനുമാണ് താരം വയനാട്ടിലേക്ക് എത്തിയത്. നമ്മൾ മുമ്പും വെല്ലുവിളികളെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട്. വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥമായ സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ നമുക്ക് ഒരിക്കലും ആകില്ല. മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനാണ് ഇനി ശ്രമിക്കേണ്ടത്. വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ, ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാകുള്ളൂ എത്ര ദുരന്തത്തിന്റെ തീവ്രത എന്നത്. എല്ലാവരും സഹായിക്കുന്നത് വലിയ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണക്കാർ മുതൽ സൈന്യം വരെ എല്ലാവരും ദൗത്യത്തിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾ സഹായിച്ചു. താൻ കൂടി അടങ്ങുന്നതാണ് മദ്രാസ് 122 ബറ്റാലിയൻ. കഴിഞ്ഞ 16 വർഷമായി താൻ ഈ സംഘത്തിന്റെ അംഗമാണ്. അവരടക്കം രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ നേരിട്ട് കാണാനും നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് താൻ വന്നത്. ബെയിലി പാലം എന്നത് വലിയൊരു അത്ഭുതകരമായ ഒരു പാലം തന്നെയാണ്. ഈശ്വരന്റെ സഹായം കൂടെയുണ്ട് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിലെന്ന് കരുതുന്നു. ദുരന്ത മേഖലയുടെ പുനരുദ്ധാരണത്തിനായി വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ നൽകും. സ്ഥിതി നിരീക്ഷണത്തിന് ശേഷം ഫൗണ്ടേഷൻ വീണ്ടും സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ നൽകുമെന്ന് മോഹൻലാൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണം ഏറ്റെടുക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. വെള്ളാർ സ്കൂള് കണ്ടതിനു ശേഷം അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നിയെന്നും മേജർ രവി പറയുകയുണ്ടായി. സൈന്യം നിർമ്മിച്ച ബേലി പാലം വഴി മുണ്ടക്കയിലെത്തിയ മോഹൻലാൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട സൈനികരുമായും വോളണ്ടിയർമാരുമായും സംസാരിച്ചു. ഓരോ ഭാഗങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാണ് ഉരുൾപൊട്ടൽ രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങൾ മോഹൻലാൽ സന്ദർശിച്ചത്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള പുഞ്ചരിമറ്റം വരെ മോഹൻലാൽ എത്തി. കാര്യങ്ങൾ നോക്കിയും കണ്ടും എല്ലാം നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ നാട്ടുകാരോടും മോഹൻലാൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. സൈനിക വേഷത്തിലെത്തിയ മോഹൻലാലിനൊപ്പം മേജർ രവിയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. വയനാട്ടിൽ കൂടുതൽ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഒരു സൈനികൻ എന്ന നിലയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിക്കുന്നതിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ കാണുന്നതിനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾക്കായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോവും. നരേന്ദ്രമോദിയുമായിട്ടും ചിലപ്പോൾ അമിത്ഷായുമായിട്ടും ഒരു കൂടിക്കാഴ്ച നടത്തും സാധ്യത കൂടുതലാണ്. കൂടാതെ അദ്ദേഹം സുരേഷ് ഗോപിയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് സ്ഥിതിഗതികളെല്ലാം തന്നെ അദ്ദേഹം വിലയിരുത്തുന്നുമുണ്ട്. വയനാട്ടിലേക്ക് വേണ്ട സർവ്വസഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനിയും വയനാട്ടിന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതും മോഹൻലാൽ ചെയ്യുമെന്ന് തന്നെ അദ്ദേഹം സുരേഷ് ഗോപിയെ അറിയിച്ചിട്ടുണ്ട്.